പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത്തിൽ ഞങ്ങളിൽ വന്ന് നിറയണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ മക്കളായ ഞങ്ങളെ സ്വർഗത്തിന്റെ സംരക്ഷണത്തിലും സ്വർഗത്തിന്റെ സഹായത്തിലും അതിസ്വാഭാവികമായ കൃപകളിൽ നിറച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചന സന്ദേശത്തെ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനും ജീവിതത്തെ ബലപ്പെടുത്താനും സുരക്ഷിതമാക്കാനും വേണ്ട വലിയ അഭിഷേകവും വലിയ തിരിച്ചറിവും അങ്ങയുടെ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിനാൽ മുദ്രിതമാക്കപ്പെട്ട സംരക്ഷണവും നൽകി ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, കുറെ നാളുകളായിട്ടുള്ള അനുഭവത്തിൽ നിന്നും അനേക മക്കൾ വിളിച്ച പല പല സംഭവങ്ങളിൽ നിന്നുമൊക്കെ വ്യക്തിപരമായ ഈ ആത്മീയ ജീവിതത്തിന്റെ ശുശ്രൂഷകളുടെ അനുഭവത്തിൽ നിന്നുമൊക്കെ ഒരു ശക്തമായ കാര്യം ഉറപ്പിച്ചുകൊണ്ട് അച്ഛൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കും. ശത്രുവിനെതിരെ ആയുധമെടുക്കാൻ മറക്കരുത്. ശത്രു വിശുദ്ധ പത്രോസിലേക്ക് തന്നെ 1-ാം ലേഖനത്തില് 5-ാം അധ്യായത്തിന്റെ 8-ാം വചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ശത്രുവായ പിശാച് അലർന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണം എന്ന് നോക്കി നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെന്നറിഞ്ഞ് ചെയ്യണം. നമുക്കറിയാം, നമ്മുടെ നാശം ആഗ്രഹിക്കുന്ന എന്റെ പൗരോഹിത്യം വിശുദ്ധിയില്, അഭിഷേകത്തില്, കൃപയില്, ശക്തിയില്, അധികാരത്തില് മുന്നോട്ട് പോകരുത് എന്ന് വിചാരിച്ചുകൊണ്ട് എന്നെ നശിപ്പിക്കാൻ, തകർക്കാൻ ശ്രമിക്കുന്ന ശത്രു എനിക്കെതിരെ അതിപ്രബലമാണ്, ശക്തമാണ്. നമ്മുടെ കുടുംബങ്ങള്, നമ്മുടെ മക്കള്, മക്കളുടെ പഠനം, ജോലി, ഭാവി ജീവിതം, വളർച്ച, നമ്മുടെ കുടുംബജീവിതം, നിങ്ങളുടെ ദാമ്പത്യം, നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ ഉദ്യമങ്ങള്, എന്തുമാകട്ടെ, എന്തുമേതും തകർക്കാൻ വേണ്ടി നടക്കുന്ന ശത്രു അതിപ്രബലമായിട്ടും ശക്തമായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ക്രിസ്ത്യാനികളായ ദൈവമക്കളായ നമ്മെ മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരമുള്ള നമ്മുടെ ജീവിതങ്ങളെ, ദൈവാലയങ്ങളെ, ക്രൈസ്തവ ജീവിതത്തെ നശിപ്പിക്കാൻ വേണ്ടി അതിശക്തമായിട്ട് പിശാച് പ്രവർത്തിക്കുന്നുണ്ട്. വെളിപാട് പുസ്തകം നാം വായിക്കുന്ന 12-ാം അധ്യായത്തില് അല്പസമയം മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ എന്നറിഞ്ഞ പിശാച് ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടിട്ടുണ്ട്. അവൻ ഉഗ്രകോപത്തോടെ ദൈവജനത്തെ, ദൈവമക്കളെ, തിരഞ്ഞെടുക്കപ്പെട്ടവരെ, അവിടെ പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ടവരെ നശിപ്പിക്കാനും ആക്രമിക്കാനും വേണ്ടി അതിശക്തമായിട്ട് കോപത്തോടെ അവൻ വലിച്ചെറിയപ്പെട്ടിരിക്കുന്നു. അവൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മേഖലയെ, പ്രിയപ്പെട്ട മക്കളെ, ശരിക്കും അറിഞ്ഞ് മനസ്സിലാക്കി കൈകാര്യം ചെയ്യണം. ഞാനൊക്കെ ഇപ്പോ അമേരിക്കൻ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ട ട്രംപ് പ്രസിഡന്റായിട്ടൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സമയം നമ്മൾ ഈ ദിവസങ്ങളൊക്കെ മാധ്യമങ്ങളൊക്കെ കണ്ടു. ഈ ട്രംപ് പ്രസിഡന്റ് ആകാതിരിക്കാൻ വേണ്ടി ആഭിചാര്യ ക്രിയകള്, മന്ത്രവാദ പ്രവൃത്തികള്, മന്ത്രവാദ ഗ്രൂപ്പുകള് ഈ ട്രംപിന്റെ പടം വെച്ചുകൊണ്ട് ആഭിചാര്യം ചെയ്ത് ഫയർ ട്രംപ് എന്നൊക്കെ പറഞ്ഞ് ആ രൂപങ്ങളൊക്കെ കത്തിച്ച്, പടങ്ങളൊക്കെ കത്തിച്ച് ഒത്തിരിയേറെ ആഭിചാര്യ ക്ഷുദ്ര പ്രവൃത്തികൾ ട്രംപിനെതിരെ അതിശക്തമായി ചെയ്തു നമ്മളൊക്കെ വായിക്കാനും കേൾക്കാനും ഇടയായി. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നമ്മുടെ നാശം ആഗ്രഹിച്ചുകൊണ്ട് നശിപ്പിക്കാൻ ശ്രമിക്കുന്ന പൈശാചിക പ്രവൃത്തികൾ, പിശാചിന്റെ ആധിപത്യങ്ങള് ചെയ്യുന്ന അനേകം വർഗങ്ങള്, ഗ്രൂപ്പുകള്, പിശാചിനെ ആരാധിക്കുന്നവര്, അവരെ വിളിച്ചു വരുത്തുന്നവര്, അവരെ പൂജിക്കുന്നവര്, അവരെ വിളിച്ചു വരുത്തി മറ്റുള്ളവരെ നശിപ്പിക്കുന്ന കുടുംബങ്ങളെ, വ്യക്തികളെ, സമൂഹത്തെ, അധികാരങ്ങളെ, പൗരോഹിത്യത്തെ, സഭയെ നശിപ്പിക്കുന്ന ഒത്തിരി ശക്തമായ പ്രവൃത്തി ഉണ്ട്, ചെയ്യുന്നവരുണ്ട്. ആ ശക്തി അതിപ്രബലമാണ്.
നമ്മൾ കണ്ടു ഈ ട്രംപിന് ഈ മന്ത്രവാദികളൊക്കെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പൂജകളും ഈ ആഭിചാരിക ക്രിയകൾ ചെയ്തപ്പോ അവിടെ തന്നെ പറഞ്ഞെന്നാ പറയുക, അദ്ദേഹത്തെ ഏൽക്കുന്നില്ല. കാരണം എന്താണ്? അദ്ദേഹത്തിന് ചുറ്റും ഒരു സംരക്ഷണ കവചം തീർക്കപ്പെട്ടിരിക്കുന്നു. ഒത്തിരിയേറെ മകന്ന് ലോകം മുഴുവനിലുമുള്ള വിശ്വാസികള് ഈ ദിവസങ്ങളിലൊക്കെ ട്രംപിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു, വിശുദ്ധ കുർബാന അർപ്പിച്ച്, ഒത്തിരി ജപമാലകൾ ചൊല്ലി, ദിവ്യകാരുണ്യ പ്രദക്ഷിണങ്ങൾ നടത്തി. അനേകം മക്കള് സ്വർഗത്തിന്റെ ശക്തമായ ഇടപെടലിലും അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി അതിശക്തമായി ലോകത്തിന്റെ നാനാഭാഗങ്ങളില് അനേകം മക്കൾ പ്രാർത്ഥിച്ചു. കാരണം നമുക്കറിയാം, ജീവന് വില കൊടുക്കുന്ന, കർത്താവിനെ ഉയർത്തിപ്പിടിക്കുന്ന, വചനത്തെ ഉയർത്തിപ്പിടിക്കുന്ന, പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന, അടിസ്ഥാനങ്ങളെ ഉയർത്തിപ്പിടിച്ച് ജീവന് വില കൊടുക്കുന്ന ഒരു മനുഷ്യനാണ് ഈ ട്രംപ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നശിപ്പിക്കാൻ പിശാച് അതിശക്തമായിട്ട് പ്രവർത്തിച്ചു. പക്ഷേ ആത്യന്തിക വിജയം കർത്താവിനാണ്. അത് ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു. വീണ്ടും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ജീവന്റെ നിയമത്തിനെതിരെ ശക്തമായി പ്രവർത്തിക്കുന്ന സാത്താന്യ വർഗം അതിശക്തമായിട്ട് അദ്ദേഹത്തിനെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹത്തെ കൊല്ലാൻ വരെ പലവട്ടം ശ്രമിച്ചതൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ കർത്താവിന്റെ നാമത്തിന്റെ വിജയം നമ്മൾ ഇന്ന് ആഘോഷിക്കുകയാണ്. ദൈവത്തിന് നന്ദി പറയും. ഇവിടെ ഇത് അവിടെ മാത്രമല്ല, ലോകത്തില് എല്ലായിടത്തുമുള്ള വലിയൊരു പ്രവൃത്തിയാണ്. പിശാചിനെ ആരാധിക്കുന്നവരും പിശാചിന്റെ പ്രവൃത്തികൾ കൊണ്ട് നശിപ്പിക്കാനും കൊല്ലാനും ഇല്ലാതാക്കാനും ശ്രമിക്കുന്ന പ്രവൃത്തികൾ ചെയ്യുന്ന അനേക മക്കൾ. നമുക്കറിയാം, പിശാചിന് അവൻ്റെതായ ചില ശക്തികളൊക്കെയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറയാം, ഒരു റിലീജിയസ് സിസ്റ്ററാണ്, സിസ്റ്റർ പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ സിസ്റ്ററിന്റെ സഹോദരൻ ഒരു സ്പിരിച്വൽ കൗൺസിലിംഗ് ആണ്. ഇതുപോലെ ചില സ്പിരിച്വൽ കൗൺസിലേഴ്സ് നമുക്ക് ഞങ്ങളുടെ നാട്ടില് ഒരുത്തനുണ്ട്. ഒരു കാലത്ത് തല്ലിപ്പൊളിയായിട്ട് നടന്നവൻ പെട്ടെന്ന് അവന് ദിവ്യനായിട്ട് മാറി. അവൻ ഭാവി പറയുന്നു, കുടുംബത്തിലെ കാര്യങ്ങൾ പറയുന്നു. എന്നിട്ട് ഈ സഹോദരി പറഞ്ഞ കാര്യം, ഈ സഹോദരൻ സ്പിരിച്വൽ കൗൺസിലിംഗ് ചെയ്യണം. അനേകം പേര് കാണാൻ വരുന്നു, അദ്ദേഹം അവരുടെ ഭാവി പറയുന്നു, കാര്യങ്ങൾ പറയുന്നു, ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, വചനം കൊടുക്കുന്നു. ഇവരൊക്കെ ഈ ഞാനീ പറഞ്ഞ ഇവിടെയുള്ള ഈ നാട്ടിലുള്ള സഹോദരികളേക്ക് തരും. അനേകം പേര് കാണാൻ വരും, അനേകം പേര് കാണാൻ വരും. പ്രിയപ്പെട്ടവരെ, ഇവിടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോ സിസ്റ്റർ പറഞ്ഞ കാര്യമാണ്, കുമ്പസാരയില്ല, വിശുദ്ധ കുർബാനയില്ല, പ്രാർത്ഥനയില്ല, വചനാന്തര ജീവിതമില്ല. പക്ഷേ ഈ കാര്യങ്ങൾ പറയും. ഏത് ഇദ്ദേഹം ഇവരൊക്കെ ചില സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്, പള്ളി പോകത്തില്ല, പക്ഷെ ചില സ്ഥലങ്ങളിൽ പോകും. അവിടെ ചെന്ന് ചില കാര്യങ്ങളൊക്കെ ചെയ്ത് ദിവ്യശക്തി ആവാഹിച്ചെടുത്ത്, പൈശാചിക ശക്തി ആവാഹിച്ചെടുത്ത്, അപ്പസ്തോല പ്രവർത്തനത്തില് ഭാവി പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച ഒരു പെൺകുട്ടി, അവൾ ഭാവി പറയും, കറക്റ്റ് പറയും, കുടുംബത്തെ കുറിച്ച് പറയും, ചില സംഭവങ്ങളെ കുറിച്ച് പറയും, വ്യക്തികളെ കുറിച്ച് പറയും, ചില കാര്യങ്ങൾ ചെയ്യും, അവിടുന്ന് മാന്തി എടുക്കുക, അങ്ങനെ കുറെ കാര്യങ്ങൾ. എന്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ പിന്നിലുള്ള ആരൂപി ഈ പിശാച. ഈ പിശാചിനെ കൊണ്ട് ആവാഹിച്ചെടുക്കുന്നവരും പിശാചിനെ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നവരും, ചാത്തൽ സേവക്കാര്, കൂടോത്രക്കാര്, ഊതിക്കൊണ്ട് പട്ടണത്തില് പിശാചിനെ കെട്ടുന്നവരും, വശീകരണ യന്ത്രങ്ങൾ ക്ഷുദ്രമാക്കി കൊടുത്ത് അതിലൂടെ അനേക മക്കളെ വശീകരിച്ചുകൊണ്ട് ലവ് ജിഹാദിലേക്കും പൈശാചിക വശീകരണങ്ങളിലേക്കും ലഹരിയിലേക്കും നാശത്തിലേക്കും ഒക്കെ അടിമപ്പെടുത്തുന്ന പിശാചിനെ ഉപയോഗിക്കുന്ന അനേകം പ്രവൃത്തികൾ ഇന്ന് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആത്മാവിന്റെ ശക്തമായ പ്രവൃത്തി നമുക്കറിയാം. നിയമാവർത്തന പുസ്തകത്തില് 18-ാം അധ്യായത്തിന്റെ 10-ഉം 11-ഉം വചനത്തില് കർത്താവിന് നിന്ദ്യമായ പ്രവൃത്തി ചെയ്യുന്നവരെ കുറിച്ച് പറയുന്നുണ്ട്. ആഭിചാര്യം, മന്ത്രവാദം, ചാത്തൽ സേവ, പിന്നെ വെളിച്ചപ്പാട്, കുഴിമാട സേവ ചെയ്യുന്നവര്, മരിച്ചുപോയവരുടെ ആത്മാക്കളെ വിളിച്ചു വരുത്തി പ്രവൃത്തി ചെയ്യുന്നവര്, വെളിച്ചപ്പാട് പ്രത്യേക ആത്മാക്കളെ അരൂപികളെ വിളിച്ചു വരുത്തി അവരോട് ആലോചന ചോദിച്ച് തുള്ളിയൊക്കെ പറയുന്ന പേര്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പണ്ട് മുതല് നമ്മുടെ സംസ്കാരത്തിലും സമൂഹത്തിലും ലോകം മുഴുവനിലും നിലനിന്നിരുന്ന വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ പൈശാചിക ശക്തികൾ ഇന്ന് പ്രിയപ്പെട്ടവരെ ഇതുപോലെ നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തെ, ബിസിനസിനെ, ജോലിയൊക്കെ നശിപ്പിക്കാൻ വേണ്ടി ഒരു പൈശാചിക പ്രവൃത്തിയുടെ ശക്തമായ പ്രവൃത്തികൾ ചെയ്യുന്ന
അനേകം സംഭവങ്ങള് അച്ഛൻ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. വശീകരിക്കപ്പെട്ടുകൊണ്ട് പോകുന്ന പൈശാചിക ശക്തികൾ. ചില മക്കളൊക്കെ യോജോ ബോർഡ് കളിക്കുമ്പോ ചില ആത്മാക്കളെ വിളിച്ചു വരുത്തുക. ഈ ആത്മാക്കളെ വിളിച്ചു വരുത്തിയിട്ട് ഈ ആത്മാക്കളെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. പക്ഷെ എന്തു പറ്റും? ഈ വിളിച്ചു വരുത്തുന്ന ആത്മാവ് ഈ കൊച്ചിന്റെ മേൽ, ഈ കൊച്ചുമായിട്ട് ബന്ധപ്പെട്ട കുടുംബത്തിന്റെ മേൽ, പഠനത്തിന്റെ മേൽ, ജീവിതത്തിന്റെ മേൽ അധികാരമെടുക്കും, അവകാശമെടുക്കും. അവന്റെ പ്രവൃത്തികൾ ചെയ്യും. ഇത് ഇഷ്ടം പോലെയുള്ള അനുഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ പിശാചിനെ വിളിച്ചു വരുത്തുന്ന പ്രവൃത്തി. കഴിഞ്ഞ ദിവസം അങ്കമാലിയില് ഒരു സഹോദരി പറഞ്ഞ കാര്യമാണ്. രാവിലെ നോക്കിയപ്പോ കുറെ ചെറുപ്പക്കാരെ പിള്ളേര് ജപമാല പിടിച്ചുകൊണ്ട് ഇങ്ങനെ വഴിയിലൂടെ പോവാ. അപ്പൊ ഈ സഹോദരി ഭർത്താവിനോട് പറഞ്ഞു, ചേട്ടൻ നോക്കി, കൊച്ചു പിള്ളേരാണ് ജപമാല ചൊല്ലിക്കൊണ്ട് വഴി കൂടെ രാവിലെ. അപ്പൊ നോക്കി പാരെന്നറിയോ, ഈ ബംഗ്ലാദേശി ബംഗാളികൾ എന്ന് പറയണില്ലേ, ഈ ചെറുപ്പക്കാര് മുസ്ലിം പിള്ളേരാ. അവരുടെ ഒരു സാധനമുണ്ട്, ഇത് ചൊല്ലിക്കൊണ്ട് പോവാ. ഈ പിശാചിനെ വിളിച്ച് ഇറക്കിക്കൊണ്ട് നമ്മുടെ നാട്ടിലൂടെ ഇടവഴികളിലൂടെ. ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം കാനഡ ചെന്നപ്പോ നയാഗ്ര ഫോൾസിന്റെ തീരത്തുകൂടെ ഈ സാധനം പിടിച്ചുകൊണ്ട് നടക്കാണ് ഈ തൊപ്പിക്കാരി. പ്രിയപ്പെട്ടവരെ, ഇവന്മാരൊക്കെ ചെയ്യുന്ന പ്രവൃത്തി പിശാചിനെ വിളിച്ചിറക്കി ഒരു ദേശത്തില്, ഒരു സമൂഹത്തില്, ഒരു രാജ്യത്തില്, ഒരു മണ്ണില്, ഒരു ബിസിനസ് മേഖലയില് ഈ പിശാചിനെ വിളിച്ചിറക്കി അതിനെ കൊണ്ട് പ്രവർത്തിപ്പിച്ച് നശിപ്പിക്കുന്ന പ്രവൃത്തികൾ ഇന്ന് ഇഷ്ടം പോലെ. നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ച് ഒരു പ്രത്യേക സാഹചര്യത്തില് വേറൊരു ഈ വർഗത്തിൽപ്പെട്ട ഒരു കൊച്ചെന്തോ കൊണ്ടുപോയി കൊടുത്തു, ഒന്ന് പൈസയോ ഒരു ഗിഫ്റ്റ് കൊടുത്തു. ആ സംഭവത്തിലൂടെ പിന്നീട് അങ്ങോട്ട് ഈ കൊച്ചിന്റെ പഠനം മുടങ്ങി, കൊച്ചൊരു മന്ദിപ്പായിട്ട് മാറി, എല്ലാം കൊണ്ടും ഡിപ്രഷനിൽപ്പെട്ട് തകർന്നു പോയ പല കേസുകളും അച്ഛനറിയാം. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനിത് പറയാനുള്ള കാരണം നമ്മളിത് മറച്ചു വച്ചിട്ടൊന്നും കാര്യമില്ല. ഇന്ന് ഈ ഊതിയും തുപ്പിയും ഹലാലാക്കി കൊടുക്കുന്ന ഭക്ഷണത്തിലൂടെ, ചില ഗിഫ്റ്റുകളിലൂടെ നമ്മുടെയൊക്കെ പിള്ളേര് ലൗചികാതിപ്പെട്ട് പോകുമ്പോ വശീകരിക്കപ്പെട്ടങ്ങ് പോവാ. ഇത്ര നാള് അപ്പന്റെ കൂടെ, അമ്മയുടെ കൂടെ, സഹോദരങ്ങളുടെ കൂടെ, കർത്താവിന്റെ കൂടെ ദേവാലയത്തിലും ജപമാലയിലൊക്കെ ജീവിച്ച പിള്ളേര് ഒരു പ്രത്യേക സമയത്ത് ഇതെല്ലാം വിട്ടു പോവുക. ആ മക്കളെ നയിക്കുന്ന അരൂപിയുടെ പിന്നാലെ പോയാൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു പൈശാചിക പ്രവൃത്തി, ഈ ശക്തി ഈ കൊച്ചിലേക്ക് എന്തിലൂടെയോ ആരിലൂടെയോ കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെ പോകുന്ന അനേകം മക്കളുടെ അനുഭവങ്ങൾ ഇവിടെ ധ്യാനത്തിനൊക്കെ വരുമ്പോ അനേകം മക്കള് ഭയങ്കര ചപയനായിട്ട് അപ്പന്റെ കണ്ണീരിനോ അമ്മയുടെ കണ്ണീരിനോ കർത്താവിന്റെ സ്നേഹത്തിനോ വചനത്തിനോ പാരമ്പര്യത്തിനോ അത് കൊച്ചിനറിയാം നശിക്കാനെ പോണേ. ആ നാശത്തെ കുറിച്ചുള്ള ചിന്തയ്ക്കോ പിന്തിരിപ്പിക്കാൻ പറ്റാത്ത വിധം ഇന്നെന്റെ പ്രിയപ്പെട്ട മക്കളെ അനേക മക്കളിലേക്ക് ഈ പൈശാചിക ശക്തി ആവാഹിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിന്റെ ദൈവൻ, ഈ ലോകത്തിന്റെ അധികാരി അവരുടെ കണ്ണുകളെ അന്ധമാക്കിക്കൊണ്ട് കണ്ണുകെട്ടിക്കൊണ്ടു പോകുന്ന അവസ്ഥകളും പല രോഗത്തില്, തകർച്ചയില്, ഒത്തിരി തടസ്സത്തില്, ഒത്തിരി ബന്ധനത്തില് കെട്ടിപ്പൊട്ടി ബന്ധിച്ചിട്ടിരിക്കുന്ന അനേകം പ്രവൃത്തികള്, അനേകം വ്യക്തികള് ഇന്ന് കാണുവാനും മനസ്സിലാക്കുവാനും ഇടയായി. ഞാനിതൊക്കെ ഇത്രയും കുറച്ച് വ്യക്തമായിട്ട് പറയുന്നത് ഒത്തിരി അനുഭവത്തിൽ നിന്നാണ് മക്കളെ. ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഞാൻ പറഞ്ഞില്ലേ, ട്രംപിനെതിരെ ഇതുപോലെ പ്രവൃത്തി വന്നപ്പോ അനേകം മക്കള് പ്രാർത്ഥിച്ചു. ജപമാല പ്രദക്ഷിണങ്ങള്, ദിവികാര പ്രദക്ഷിണങ്ങള്, മധ്യസ്ഥ പ്രാർത്ഥനകള്, വിശുദ്ധ കുർബാന അർപ്പിച്ച് കർത്താവിന്റെ കുരിശിലെ ബലിയുടെ ശക്തി സ്വന്തമാക്കി എടുത്ത് കർത്താവിന്റെ തിരുരക്തം കൊണ്ട് കൊട്ടകെട്ടി കർത്താവിന്റെ തിരുഹൃദയത്തിന്റെ ഉള്ളിൽ സംരക്ഷിക്കപ്പെട്ട് വലിയ അഭിഷേകത്തില് ആ സുരക്ഷിതത്വം സംരക്ഷണം ഉറപ്പിച്ചു. സംഗീത പുസ്തകത്തില് 23-ാം അധ്യായത്തില് 23-ാം വചനത്തില് ബാലാം പറയുന്നുണ്ട്, യാക്കോബിന് ആഭിചാര്യം ഏൽക്കത്തില്ല, ഇസ്രായേലിന് ക്ഷുദ്രവിദ്യ ഫലിക്കത്തില്ല. യാക്കോബ് ആരാണ്? വേറിട്ട് പാർക്കുന്നവൻ, ഇടകലരാതെ ജീവിക്കുന്നവൻ, തിന്മയില്ലാതെ ജീവിക്കുന്നവൻ, അകൃത്യമില്ലാതെ ജീവിക്കുന്നവൻ, കർത്താവ് കൂടെയുള്ളവൻ. ഇസ്രായേൽ ദൈവം കൂടെയുള്ള ജനം. ആ ജനത്തിന് ആഭിചാര്യം ഏറ്റില്ല, ക്ഷുദ്രവിദ്യ ഫലിച്ചില്ല. ക്ഷുദ്രവിദ്യയുണ്ട് മക്കളെ, ആഭിചാര്യമുണ്ട് മക്കളെ. അത് അന്നുണ്ട്, ഇന്നുണ്ട്. ആ ശക്തി നിലനിൽക്കുന്നുണ്ട്. പക്ഷെ യാക്കോബ്, അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയില്ലേ,
നമ്മൾ യാക്കോബിനെ പോലെ കർത്താവിന്റെ മക്കൾ ജീവിക്കണം. അവനെ തൊടാൻ പറ്റില്ല. സക്രിയ 9:10, 2, 4, 5. ആർക്കും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എന്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിന്ന് സംരക്ഷണം നൽകും. വീണ്ടും കർത്താവ് പറയാ, ഞാൻ നിങ്ങൾക്ക് ചുറ്റും അഗ്നി കൊണ്ട് കോട്ടയും നിങ്ങളുടെ മധ്യയെ ഞാൻ നിങ്ങളുടെ മഹത്വമായിരിക്കും. കോട്ട, മഹത്വം, സാന്നിധ്യം, സംരക്ഷണം, ഇത് ദൈവമക്കളെ നമ്മൾ അതിശക്തമാക്കി ഉപയോഗിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അതോടൊപ്പം തന്നെ മാധ്യമങ്ങളിലൂടെ, സിനിമകളിലൂടെ പിശാച് നമ്മുടെ മക്കളെ അടിമപ്പെടുത്തുന്ന ഭയങ്കര പൈശാചികത, ഇലുമിനാറ്റി, ഫ്രീമേസൺസ്. നമുക്കറിയാലോ, കഴിഞ്ഞ അച്ഛൻ പറഞ്ഞു ആവേശം എന്ന സിനിമ. ആ സിനിമയിൽ ഇലുമിനാറ്റിനൊക്കെ വിളിച്ചു വരുത്തി പൈശാചിക ശക്തി അതിന് ആധിപത്യം ഉറപ്പിച്ചുകൊണ്ട് എന്താണ്, മാതാപിതാക്കളെ മാപ്പ്, ഇനി തന്നിട്ടം പോലൊരു പോക്ക്, ഉന്നം മറന്നൊരു പോക്ക്, ഗുണദോഷങ്ങളോ മതിയാക്ക്. ഈ പിശാചിനെ ആരാധിച്ച് പൂജിക്കുന്ന വർഗം പടച്ചുവിടുന്ന സിനിമകളിൽ ജനം, മക്കൾ ഏറ്റുപാടി റോക്ക് മ്യൂസിക്, മെറ്റൽ മ്യൂസിക്, പൈശാചിക പാട്ടുകൾ പാടി ആ ആത്മാവിനെ വിളിച്ചു വരുത്താണ്. പിന്നെ ആ മക്കൾ അനുസരിക്കോ? ആ മക്കൾക്ക് പിശാചി കയറുക, ഗുണദോഷങ്ങൾ ഇഷ്ടപ്പെടില്ല. ഒരു ഒറ്റ പോക്കാണ്, ഉന്നം മറന്ന് പോക്കാണ്. സുഖഭോഗങ്ങൾ മാത്രമേ ഉള്ളൂ, അടിസ്ഥാനമില്ല, ഉറപ്പില്ല. തന്നിട്ടം പോലെ നശിക്കാൻ വേണ്ടി സുഖഭോഗങ്ങളെ പിന്നാലെ പോകുന്ന പിശാച് ലോകത്തിന്റെ, ജഡത്തിന്റെ, മ്ലേച്ഛതയുടെ, മദ്യത്തിന്റെ, ലഹരിയുടെ, വ്യഭിചാരത്തിന്റെ, പപ്പിന്റെ, ഇങ്ങനെ പൈശാചികതയ്ക്ക് അടിമപ്പെട്ട് ഈ പിശാചുക്കൾ ഈ സിനിമകളിലൂടെ, ഈ മാധ്യമങ്ങളിലൂടെ, ഈ അഭിചാരത്തിലൂടെ, പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഡാർക്ക് വെബ്, പിശാചിന് അടിയറ വെച്ച, പിശാചിനെ പൂജിച്ചു വെച്ച, ആത്മാവിനെ വിളിച്ചിറക്കിയ ഗെയിമുകള്, സിനിമകള്, റീലുകള്, അതിലൂടെയൊക്കെ പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ മക്കളിലേക്ക് ഈ പൈശാചിക ശക്തി ആവാഹിപ്പിക്കുക. തെറ്റായ പ്രേമങ്ങള്, മിശ്ര വിവാഹങ്ങള്, ഇതൊക്കെ പൈശാചികമായ പ്രൊമോഷൻസാ. ജീവിതത്തെ, കുടുംബത്തെ, പാരമ്പര്യത്തെ നശിപ്പിക്കുന്ന പൈശാചിക പ്രവൃത്തികൾ കൊണ്ട് ഈ സമൂഹം, ഈ മീഡിയ പിശാച് ആധിപത്യം ഉറപ്പിച്ച് നശിപ്പിക്കുമ്പോ ഇന്ന് പല രാഷ്ട്രീയ പാർട്ടികളെ പോലും, സമൂഹങ്ങളെ പോലും, ഇവൻ വൈദികരെ പോലും, ബിഷപ്പുമാരെ പോലും, സന്യസ്തരെ പോലും ഈ പിശാച് കണ്ണുകെട്ടി കൊണ്ടുപോവാ. കാരണം എന്താണ്? ദൈവത്തെ കൂടെ നിർത്തുന്നതേ പരാജയപ്പെട്ടു. പ്രാർത്ഥന കുറഞ്ഞു, വിശുദ്ധ ജീവിതം കുറഞ്ഞു, സാമ്പത്തിക മേഖല ഭൗതികതയ്ക്ക് പ്രാധാന്യം കൊടുത്തു. കൂദാശയ്ക്കോ വിശുദ്ധമായ പ്രാർത്ഥനയ്ക്കോ ദിവ്യകാല സന്നദ്ധിയിലോ ജപമാലയിലോ ശക്തിയില്ലാതെ പോയ സഭയുടെ നേതൃത്വത്തിന്റെയോ അധികാരികളുടെയോ മേഖലകൾ ഇന്ന് പിശാചിന് അതിശക്തമായ ആധിപത്യം, അധികാരം കൊടുത്തിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മക്കളെ, ശത്രുവിനെതിരെ ആയുധമെടുക്കേണ്ടവർ എടുക്കുന്നില്ല. ശത്രുവിനെതിരെ സംരക്ഷണം ഉറപ്പിക്കേണ്ടവർ ഉറപ്പിക്കുന്നില്ല. ശത്രുവിനെതിരെ പോരാടേണ്ടവർ പോരാടാൻ നമ്മളൊക്കെ പരാജയപ്പെട്ടു. ഇവിടെ ദൈവമക്കൾ വളരെയേറെ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണ്. അതാണ് അച്ഛന്റെ വിഷയം. ഈ പറഞ്ഞതൊന്നുമല്ല, ഇത് സത്യമായ യാഥാർത്ഥ്യങ്ങൾ. അച്ഛന്റെ വിഷയം ഇതൊന്നുമല്ല മക്കളെ. നമ്മൾ ഈ ശത്രുവിനെതിരെ ആയുധമെടുക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഇവര് ഈ പിശാചിനെ വിളിച്ചു വരുത്താൻ ഉറക്കമൊളിച്ച് രാവും പകലും അതിരാവിലെ എഴുന്നേറ്റ് വഴികളിലൂടെ, ടൗണുകളിലൂടെ, അല്ലെങ്കിൽ പല കാര്യങ്ങളിലും ഈ പിശാചിനെ വിളിച്ച് അവിടെ വിളിച്ചപേക്ഷിക്കുന്നു, വിളിച്ചിറക്കുന്നു. അവരുടേതായ ചില ജപമാല ചൊല്ലുന്നു, മന്ത്രങ്ങൾ ജപിക്കുന്നു. അവരതിനുവേണ്ടി ഒത്തിരി ബലികൾ അർപ്പിക്കുന്നു, പൂജ നടത്തുന്നു. ഈ ശക്തി വിളിച്ചിറക്കാൻ അതിനേക്കാളേറെ ഇന്ന് ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ മക്കൾ ഈ ആയുധം എടുക്കണം. ഞാൻ പറയും ജപമാല പ്രദക്ഷിണങ്ങൾ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞു, നമുക്ക് ദിവ്യകാരുണ്യ പ്രദക്ഷിണങ്ങൾ വേണം, ജപമാല പ്രദക്ഷിണം വേണം, ജെറിക്കോ പ്രാർത്ഥനകൾ വേണം. അതോടൊപ്പം തന്നെ ദൈവത്തെ കൂടെ നിർത്തുന്ന ശക്തമായ പ്രവൃത്തികൾ നമ്മൾ ചെയ്യണം. യോദ്യത്തിന്റെ പുസ്തകത്തില് 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വചനം നാം വായിക്കുന്നുണ്ട്. തങ്ങളുടെ ദൈവത്തിനെതിരെ പാപം ചെയ്യാതിരുന്നിടത്തോളം കാലം അവർക്ക് അഭിവൃദ്ധി ഉണ്ടായി. പാപത്തെ വെറുക്കുന്ന ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്നു. അവിടുന്ന് നിർദ്ദേശിച്ച പാതയിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ അനേകം യുദ്ധങ്ങളിൽ അവർ ദയനീയമായി പരാജയപ്പെട്ടു. കേട്ടോ, ആ ദൈവം പറഞ്ഞ വഴിയുണ്ട്, ദൈവത്തിന്റെ കൽപ്പനയുണ്ട്. ദൈവത്തിനെതിരെ പാപം ചെയ്യാതിരുന്നപ്പോഴൊക്കെ അവരെ തോൽപ്പിക്കാനോ
അവരെ നശിപ്പിക്കാനോ ആർക്കും പറ്റിയില്ല. അവർക്ക് അഭിവൃദ്ധി ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കാലഘട്ടത്തില് നമ്മൾ ഇതുപോലെ വചനമനുസരിച്ച് അവിടുത്തെ പാതയിൽ ചരിച്ച് കൂദാശകൾ പരിക്രമം ചെയ്ത് രക്ഷാകരമായ മഹത്വത്തിന്റെ ദിവ്യരഹസ്യങ്ങൾ വിശുദ്ധ കുർബാന പരിക്രമം ചെയ്ത് യേശുവിനെ സ്വീകരിച്ച് അതിനുവേണ്ടി കുമ്പസാരിച്ച് കർത്താവിന്റെ വചനത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി നമ്മുടെ പ്രാബല്യം ശക്തി നമ്മൾ സ്വന്തമാക്കി എടുക്കണം. കഴിഞ്ഞ ദിവസം രമിച്ചു വിളിച്ച് പറയാ, മകൻ കാനഡയ്ക്ക് പോയി. ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്കറിയാലോ, മോണിക്ക പ്രാർത്ഥന തുടങ്ങി അന്ന് മുതല് അനേക ആയിരങ്ങളുടെ വിളി ഈ മേഖലയില്. പ്രിയപ്പെട്ടവർ, നമ്മൾ ജീവിക്കേണ്ട ജീവിതം ജീവിക്കാത്തതിന്റെ നാശങ്ങൾ, തകർച്ചകൾ അമ്മച്ചു പറയാ. മകൻ കാനഡയ്ക്ക് പോയി. അവിടെ ചെന്ന് ഡ്രഗ് അഡിക്റ്റ് ആയി, എല്ലാ തിന്മയ്ക്കും അടിമപ്പെട്ട് അവിടുന്ന് ഒരു കണക്കിന് രക്ഷപ്പെട്ട് നാട്ടി വന്നു. വന്നപ്പോ എല്ലും കോലുമായി ലക്ഷങ്ങൾ അവിടെ നശിച്ചു. ഇവിടെ വന്ന് അവനെ ഡി അഡിക്ഷൻ സെന്ററിലാക്കി. ഒരാഴ്ച കഴിഞ്ഞു അവൻ അവിടുന്ന് ചാടി വീട്ടിൽ വന്നു. വീണ്ടും ഒരു മാസം അവൻ ട്രീറ്റ്മെന്റ് ചെയ്തു. അതിനുശേഷം ഈ മകനെ ആലുവയില് ജർമ്മൻ കോഴ്സ് പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നാക്കി. അവൻ അവിടെ മദ്യപിച്ച് ലക്കിട്ട് വീണ്ടും അവൻ വീട്ടിലേക്ക് ഇന്ന് തിരിച്ചു വന്നിരിക്കുക. ഈ മകന് വിശ്വാസമില്ല, അപ്പന് വിശ്വാസമില്ല. ഇപ്പൊ മദ്യപാനി, കുടുംബത്തില് യാതൊരു കൃപയില്ല, കൂദാശയില്ല, ദൈവമില്ല. ആ കുടുംബത്തില് ഇവനെ പഠിപ്പിക്കാൻ വേണ്ടി നടക്കുക. അപ്പ നിരാശയെ, ഞാൻ ജോലി ചെയ്തുണ്ടാക്കിയ പൈസ മുഴുവൻ നശിപ്പിച്ചു, എല്ലാം പോയി, എന്ത് ജീവിക്കണേ? നിരാശയുടെ പടുകൂടി എന്തു പറ്റി? കർത്താവിന്റെ പാതയിലൂടെ ചരിക്കാത്ത കാലങ്ങളിൽ എന്താണ് പറഞ്ഞേ? അവിടുന്ന് നിർദ്ദേശിച്ച പാതയിൽ നിന്നും വ്യതിചലിച്ചപ്പോൾ അനേകം യുദ്ധങ്ങളിൽ അവർ ദയനീയമായി പരാജയപ്പെട്ടു. കർത്താവ് നിർദ്ദേശിച്ച പാതയുണ്ട്. ദൈവത്തോട് ചേർന്ന് വചനമനുസരിച്ച് കൽപ്പനകൾ പാലിച്ച് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് അവിടുന്ന് പറഞ്ഞ പാതയിലൂടെ ചരിക്കാതിരുന്നപ്പോൾ അവർ പല യുദ്ധങ്ങളിലും എങ്ങനെ ദയനീയമായി പരാജയപ്പെട്ടു. ഇന്ന് പല മക്കള് പൗരോഹിത്യത്തില്, അധികാര മേഖലയില്, കുടുംബജീവിതത്തില്, ജോലി മേഖലയില്, ബിസിനസ് മേഖലയില് ഒക്കെ ദയനീയമായി പരാജയപ്പെട്ട് കിടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മക്കളെ, 2 ദിനവൃത്താന്തം 27:6 യോഥാമിനെ കുറിച്ച് എന്താ പറഞ്ഞ്? കർത്താവിന്റെ ഇഷ്ടമനുസരിച്ച് തന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിയതിനാൽ യോഥാം പ്രബലനായി, പ്രാബല്യം കിട്ടി. അവൻ എന്താ ചെയ്ത? ഒറ്റ കാര്യം, കർത്താവിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തിച്ചു. പറഞ്ഞില്ലേ, എന്നോട് ചേർന്ന് നിൽക്കുന്ന ശാഖകൾ ധാരാളം ഫലം പുറപ്പെടുവിക്കും. ഇറ്റ്സ് എ പ്രോമിസ്. ഒറ്റ കാര്യം നാം ചെയ്യേണ്ടത് എന്താണ്? കർത്താവിനോട് ചേർന്ന് നിൽക്കണം, വചനമനുസരിക്കണം, വെള്ളച്ചരക്കരുത്, ഇടംബലം തിരിയരുത്. അതുപോലെ ഈ കാലഘട്ടത്തിൽ നമ്മളെ ഏറ്റവും വലിയ ആയുധമായ കർത്താവിനെ തന്നെ ഉയർത്തി, കർത്താവിനെ കൂടെ നിർത്തി അവിടുത്തെ മാർഗത്തിലൂടെ ചരിച്ചുകൊണ്ട് ഈ തിന്മയ്ക്കെതിരെ അതിശക്തമായ പോരാട്ടം നമ്മൾ പോരാടിയേ പറ്റൂ. ജോഷുവ 1:5 നമുക്കറിയാലോ, നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ പറ്റില്ല ജോഷുവ. എന്തെന്നാൽ ഞാൻ മോശയോട് കൂടെ എന്ന പോലെ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. That's again a promise. വീണ്ടും ഒരു വാഗ്ദാനമാണ്. നിന്നെ തോൽപ്പിക്കാൻ പറ്റില്ല, ഞാൻ കൂടെയുണ്ട്. ദൈവമായ ഞാൻ അച്ഛൻ എപ്പോഴും പറയാനുണ്ടല്ലോ, ദൈവം തന്റെ മക്കളോട് പറയുന്ന ഒറ്റ പ്രോമിസ് ഉള്ളൂ, ഞാൻ കൂടെയുണ്ട്. എല്ലാ അബ്രാഹാം മുതൽ തിരഞ്ഞെടുക്കപ്പെട്ട വിളിക്കപ്പെട്ട ദൈവമക്കളോടും ദൈവജനത്തോടും നേതാക്കന്മാരോടും അഭിഷിക്തരോടും പ്രവാചകന്മാരോടും എല്ലാ വിശുദ്ധരോടും ദൈവമായ കർത്താവ് എന്ന് പറഞ്ഞുള്ളൂ, ലോകാവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. യോഹന്നാൻ 6:56 എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ദൈവം കൂടെ, ആ ദൈവത്തെ കൂടെ നിർത്താൻ പ്രിയപ്പെട്ടവരെ കൂദാശകളിലൂടെ, വചനാധിഷ്ഠിത ജീവിതത്തിലൂടെ, മാനസാന്തരത്തിലൂടെ, കുംഭസാരത്തിലൂടെ ഒക്കെ നമ്മൾ യേശുവിനെ സ്വന്തമാക്കി വിശുദ്ധ കുർബാനയിലൂടെ ഈശോയെ സ്വീകരിച്ച് ഈശോയിൽ വസിക്കുന്ന, ഈശോയാൽ നയിക്കപ്പെടുന്ന, ഈശോ യുദ്ധം ചെയ്യുന്ന പുറപ്പാട് 14:14 ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. 1 സാമുവേൽ 17:47 ദാവീദ് പറഞ്ഞ ഗോലിയാത്തിനോട്, ഇത് കർത്താവിന്റെ യുദ്ധ, ഇത് കർത്താവിന്റെ യുദ്ധ. ഈ പൗരോഹിത്യം, ഈ കുടുംബ ജീവിതം, ഈ പഠനം, ഈ ജോലി, ഇത് കർത്താവിന്റെയാ. അതാ ദാവീദ് പറഞ്ഞ സങ്കീർത്തനം 23, കർത്താവ് എന്റെ ഇടയൻ ആകുന്നു, എനിക്ക് ഒന്നിനും കുറവ് ഉണ്ടാകത്തില്ല. ഇനി മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിൽ കൂടി നടക്കേണ്ടി വന്നാലും ഞാൻ ഭയപ്പെടില്ല, കാരണം
എന്റെ കർത്താവിന്റെ കൂടെയുണ്ട്. ദാറ്റ്സ് മൈ പവർ. ഇതെന്റെ ശക്തി, എന്റെ കർത്താവിന്റെ കൂടെയുണ്ട്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു അഭിഷേകത്തിന്റെ ഈ ഒരു സാന്നിധ്യത്തിന്റെ ശക്തി ദൈവമക്കളെ നമ്മൾ സ്വന്തമാക്കേണ്ട കാലഘട്ടമാണ്. കർത്താവിനെ ഉയർത്തുക. ട്രംപ് പറഞ്ഞില്ലേ, he is my boss, still we need the help from boss and he is Jesus Christ. യേശു ക്രിസ്തു, ആ ശക്തി വേണം. he is the greatest God in the world. ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റ ദൈവം, ഏകദൈവം, സത്യദൈവം യേശു ക്രിസ്തുവാണെന്ന് പ്രഘോഷിച്ചുകൊണ്ട് ആ കർത്താവിന് വേണ്ടി പറഞ്ഞ പോരാ, ജീവിതം കൊണ്ട്, വചന ജീവിതം കൊണ്ട്, നിയമങ്ങൾ കൊണ്ട് അതിനെ സ്ഥിരീകരിക്കുമ്പോ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഞാൻ പറയും, ഇന്ന് അമേരിക്കയില് ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ കർത്താവിലേക്കും കൂദാശയിലേക്കും വചനത്തിലേക്കും ഒരു ജീവനിലേക്കും ഒക്കെ ഒരു കുത്തൊഴുക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ പ്രതീക്ഷിച്ച് പ്രാർത്ഥിക്കണം. അതിലെ രക്ഷയുള്ളൂ. ഇന്ന് ലോകം മുഴുവനും, യൂറോപ്പൊക്കെ നശിച്ചു, പള്ളി വിട്ടു, കൂദാശ വിട്ടു, മെച്ചമായ ജീവിതം, കുടുംബമില്ല, മക്കളില്ല, വചനത്തിന് വിലയില്ല, തന്നിഷ്ടം പോലെ ജീവിച്ച് നശിച്ച് അടങ്ങി ഒടുങ്ങുമ്പോ പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവ് ഈ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ ഉയർത്തിക്കൊണ്ട് ജീവന്റെ വിലയും കർത്താവിന്റെ ശക്തിയും പ്രകടമാക്കിയിരിക്കുമ്പോ അതിനെ പിഞ്ചെന്നുകൊണ്ട് ലോകം മുഴുവനും നമ്മുടെ വ്യക്തി ജീവിതങ്ങളും കത്തോലിക്ക സഭയും നമ്മുടെ നേതൃത്വവും കർത്താവിനെ കൂടെ നിർത്തുന്നതിന് അതുപോലെ പ്രാധാന്യം കൊടുത്ത് ജീവിതത്തെ ഉറപ്പിക്കേണ്ട, ബലപ്പെടുത്തേണ്ട ഒരു കാലഘട്ടമാണ്. പ്രാർത്ഥിക്കും മക്കളെ, പ്രാർത്ഥിക്കുക അതിനു വേണ്ടി. വേറൊരു രക്ഷയില്ല. അതുകൊണ്ട് കർത്താവിനെ കൂടെ നിർത്തുക. അതുപോലെ തന്നെ മക്കളെ, ജപമാല പ്രദക്ഷിണങ്ങൾ. ഞാൻ പറയും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അങ്കമാലി നടന്ന കാര്യം, പിള്ളേരൊക്കെ വഴിക്കൂടെ നമ്മൾ ഈ പ്രവൃത്തി ചെയ്യണം. നമ്മള് യാത്രക്ക് ഇറങ്ങുമ്പോ, നടക്കാൻ പോകുമ്പോ, ബസ്സിൽ യാത്ര ചെയ്യുമ്പോ, അല്ലെങ്കിൽ വണ്ടിയിൽ സഞ്ചരിക്കുമ്പോ നമ്മുടെ കൈകളിൽ ഈ ആയുധമെടുക്കണം, ജപമാല. ഞാൻ പറയും, നമ്മള് യാത്രക്ക് പോകുമ്പോ പേഴ്സ് എടുക്കും, ടൗലെടുക്കും. അതിന്റെയൊക്കെ കൂടെ നമ്മൾ ഇനി മറക്കാതെ എടുക്കണം നമ്മുടെ കൈകളിൽ ജപമാല. പോകുന്ന വഴിക്കൊക്കെ ഈ ജപമാല ചൊല്ലിപ്പാ. ഞാൻ ഓർക്കുന്നത്, ഞാൻ എല്ലാ ദിവസമൊക്കെ വിൽക്കുവാൻ ഇവിടെ ഉള്ളപ്പോഴൊക്കെ നടക്കാൻ പോകും, അല്ലെങ്കിൽ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ഈ ജപമാല എടുത്തുയർത്തി കുറെ നാളുകളായിട്ട് ജപമാല പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നു. ഇവിടെയൊക്കെ ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കൃപ നിറഞ്ഞ അമ്മയുടെ സാന്നിധ്യം വിളിച്ചിറക്കണം. നാരകീയ സർപ്പത്തിന്റെ തലയെ തകർത്ത പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട്. ഈ അമ്മേനെ വിളിച്ച് കൂടെ നിർത്തണം, വിളിച്ച് പ്രാർത്ഥിക്കണം. മക്കളെ, ബസ് യാത്ര ചെയ്യുമ്പോ, കോളേജിൽ പോകുമ്പോ മടിക്കരുത്. ജപമാല കയ്യിലെന്താ മടിക്കരുത്. ആയുധങ്ങൾ കയ്യിലെടുക്കാൻ മടിക്കരുത്. ക്രൂശിത രൂപം വിശുദ്ധ ബെനഡിക്റ്റിനെ കുരിശ് പിശാചിനെ തകർത്ത് സാത്താനെ പിന്നിപ്പോ, മായാവിയെ കൊണ്ട് നീ പരീക്ഷിക്കരുത്. നീ എനിക്ക് നൽകുന്ന വിഷമാണ്, നിന്റെ വിഷം നീ കുടിക്കെന്ന് പറഞ്ഞ് പിശാചിനെ ബന്ധിച്ച് ബഹിഷ്കരിച്ച കർത്താവായ യേശുവിന്റെ പ്രിയപ്പെട്ട മകൻ വിശുദ്ധ ബെനഡിക്റ്റിന്റെ ശക്തമായ അധികാരത്തോടും ഈ കുരിശുമാരുടെ ശക്തി അവകാശപ്പെട്ടുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. കുരിശുയർത്തി ആയുധങ്ങൾ എടുക്കാൻ മറക്കരുത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മുടെ യാത്രയിലും നടപ്പിലുമൊക്കെ രാവിലെ എഴുന്നേറ്റ് നടക്കുന്നവർ ഒത്തിരി പേരുണ്ട്. നടന്നോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ജപമാല ചൊല്ലി നടക്കുക, വിശ്വാസ പ്രമാണം. ഞാൻ പറയും, ചിലപ്പോഴൊക്കെ ഈ വാങ്കുവിളിയൊക്കെ ഉയരുമ്പോ ഒരു പല ദൈവങ്ങളൊക്കെ വിളിച്ച് അവനാണ് ദൈവം, ഇവനാണ് ദൈവം എന്ന് വിളിച്ച് പ്രഘോഷിക്കുകയാണല്ലോ. നമ്മൾ ആ സമയത്ത് അത് കേട്ട അപ്പ പറയണം, വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെ ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. യേശുവിന്റെ കുരിശുമരണം, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി, പുണ്യവാന്മാരുടെ ഐക്യം, പാപത്തിന്റെ മോചനം, ശരീരത്തിന്റെ ഉയർപ്പ്, നിത്യമായ ജീവിതം, അത് പ്രഘോഷിക്കണം. മറ്റൊരു ദൈവമില്ല. സർവശക്തനായ പിതാവ്, അവനാണ് ആകാശത്തിന്റെ ഭൂമിയുടെ സൃഷ്ടാവ്. അവനല്ലാതെ മറ്റൊരു ദൈവമില്ല. അവര് പറയും, ഈ പിശാചാണ് ദൈവം, ഇവനാണ് ദൈവം എന്ന് വിളിച്ച് പ്രഘോഷിച്ച് അവനെ വിളിച്ചു വരുത്തുമ്പോ നമ്മുടെ ദൈവത്തെ വിളിച്ചിറക്കി സർവശക്തനായ പിതാവ്, ഏകദൈവം, അവനാണ് ആകാശത്തിന്റെ ഭൂമിയുടെ സൃഷ്ടാവെന്ന് നമ്മൾ പ്രഘോഷിക്കണം, ഏറ്റുപറയണം. അങ്ങനെ ഈ വിളിച്ചിറക്കിയ ശക്തികളെ, പൈശാചിക ശക്തികളെ, അരൂപികളെ യേശുവിന്റെ നാമത്തില്, ഈ കുരിശുമാന്റെ ശക്തിയില്, പരിശുദ്ധ അമ്മയുടെ ജപമാലയുടെ ശക്തിയില്, യൗസപിതാവിന്റെ പിശാചികളുടെ പേടി സ്വപ്നമായ സാന്നിധ്യത്തില്, വിശുദ്ധ മിഖായേൽ മാലാഖയുടെ ശക്തമായ സാന്നിധ്യത്തില്, സ്വർഗത്തിന്റെ മാലാഖമാരുടെ വലിയ കൂട്ടായ്മയില് പ്രിയപ്പെട്ടവരെ
നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ദേശത്തെ, നമ്മുടെ ശുശ്രൂഷകളെ, നമ്മുടെ നാടിനെ, ഈ ലോകം മുഴുവനെയും നിറച്ചെടുക്കാനും ശക്തിപ്പെടുത്താനും ഈ പിശാചിന്റെ തലയെ തകർത്ത് നിത്യ നരകത്തിലേക്ക് താഴ്ത്താനും വേണ്ടി വിളിക്കപ്പെട്ടവരാ ക്രിസ്ത്യാനികളായി നമ്മൾ ഓരോരുത്തരും. പക്ഷേ ജീവിതമുണ്ട്, ജീവിക്കണം. ഇന്ന് പിശാച് നമ്മുടെ സഭയെയും സഭാധികാരികളെയും പൗരോഹിത്യത്തെയും സന്യാസത്തെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും ക്രൈസ്തവ ജീവിതത്തെ ആകമാനം ഈ ലോകത്തിന് അടിമപ്പെടുത്തി, പൈശാചിക സുഖങ്ങൾക്ക് അടിമപ്പെടുത്തി, ചില വശീകരണങ്ങൾ കൊണ്ടുപോയി വചനത്തെ ലംഘിപ്പിച്ച് ദൈവത്തോട് ചേർന്ന് ജീവിക്കാത്ത വിധത്തിൽ നശിപ്പിച്ച് തകർത്ത് ശക്തി ക്ഷയിപ്പിച്ച് തരിപ്പണമാക്കിയിരിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാലഘട്ടം ആ പ്രതാപം, ആ പ്രാബല്യം ഉണ്ടല്ലോ, ഈ പറഞ്ഞ പ്രാബല്യം, അധികാരം, ശക്തി, അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു കാലഘട്ടം അതിക്രമിച്ചു. സോ ശത്രുവിനെതിരെ ആയുധമെടുക്കാൻ മറക്കരുതേ. ശത്രുവിനെതിരെ ആയുധമെടുക്കാൻ മറക്കരുതേ. ഏറ്റവും വലിയ ആയുധമാണ് നമ്മുടെ വിശുദ്ധ ജീവിതം. അങ്ങനെ കർത്താവിനെ കൂടെ നിർത്തി ഈ ജോഷുവയുടെ കർത്താവ് പറഞ്ഞില്ലേ, ആർക്ക് തോൽപ്പിക്കാൻ പറ്റില്ല, പക്ഷെ തോൽപ്പിക്കപ്പെട്ടല്ലോ. 7-ാം അധ്യായം ജോഷുവയുടെ പുസ്തകത്തില് ആ പട്ടണത്തിന് മുമ്പില് തോറ്റുപോയി. എന്താണ്? ആഖാന്റെ പാപം. ആഖാന്റെ പാപത്തിലൂടെ ഇസ്രായേൽ ജനം തോൽപ്പിക്കപ്പെട്ടു, ജോഷു തോൽപ്പിക്കപ്പെട്ടു. പക്ഷെ വീണ്ടും അത് തിരുത്തി ആഖാനെ, അവന്റെ കുടുംബത്തെ ആഗോർ താഴ്വരയിൽ കൊണ്ടുവന്ന് നശിപ്പിച്ച് കല്ലെറിഞ്ഞ് കൊന്നില്ലാതാക്കി കളഞ്ഞപ്പോ കർത്താവ് പറയാ, ഞാൻ കൂടെയുണ്ട്. അതാണ് പറഞ്ഞ കർത്താവിന് ഇഷ്ടമനുസരിച്ച് തന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിയ യോദ്ധാ. ഒരുവന്റെ മാർഗം കർത്താവിന് സ്വീകാര്യമാകുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയും. സുഭാഷിതം 16:7. ഈ വചനത്തിന്റെ ഒക്കെ ശക്തി നമ്മുടെ കുടുംബത്തില്, ജീവിതത്തില്, പ്രാബല്യത്തില് ആക്കിയെടുക്കുവാൻ നമുക്കിടയാകണം മക്കളെ. കാരണം അത്രമാത്രം ശത്രു ഇന്ന് പ്രബലമായിട്ട് പ്രവർത്തിക്കുമ്പോ നമ്മൾ അടങ്ങി ഒതുങ്ങി ഉറങ്ങി കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ശത്രു വന്ന് കള വിതച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. രാത്രിയില്, യാമങ്ങളില്, നമ്മൾ ഈ രാത്രികളിലൊക്കെ, ഞാനൊക്കെ ഈ ധ്യാനം കഴിഞ്ഞ് ശുശ്രൂഷ കഴിഞ്ഞൊക്കെ രാത്രി വരാറുണ്ട്. രാത്രിയിലൊക്കെ ഈ പല പൈശാചിക മേഖലകളിലൊക്കെ തുറന്നു കിടക്കുക. പല കവലകളില്, ടൗണുകളില്, പല മേഖലകളില്. അതുകൊണ്ട് ഞാൻ പറയാണ് പ്രിയപ്പെട്ടവരെ, നമ്മള് നന്നായിട്ട് പ്രാർത്ഥിക്കണം, നമ്മൾ ഇറങ്ങണം. നമ്മൾ അമേരിക്കയില് ദിവ്യകാരുണ്യ പ്രദക്ഷിണങ്ങള് ഒത്തിരി നടത്തി. ചെക്കൻ ആ ചാനലൊക്കെ നമ്മൾ കണ്ടു, അനേകം ദിവ്യകാരുണ്യ പ്രദക്ഷിണങ്ങൾ. നമ്മൾ ഈ കാലഘട്ടത്തില് ഈശോ എഴുന്നള്ളിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ പ്രദക്ഷിണങ്ങള്, പരിശുദ്ധ അമ്മയെ വിളിച്ചിറക്കിക്കൊണ്ട് ജപമാല പ്രാർത്ഥനകള്, ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ കണ്ടു. ഒക്ടോബർ മാസത്തില് മാതാവിനെ വിളിച്ചിറക്കണം. ഈ അമ്മ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകണം. യുദ്ധത്തിൽ സൈന്യാധിപിയായിട്ട് അമ്മ നമ്മുടെ കൂടെ വേണം മക്കളെ. അങ്ങനെ സ്വർഗത്തിന്റെ ഒരു സഹായം, അതിസ്വാഭാവികമായ കൃപകൾ, മാലാഖമാരെ വിളിച്ചിറക്ക്. ഇമാരെന്താ ചെയ്യണേ? വീണ് പോയ മാലാഖമാരെ പിശാചികൾ വിളിച്ചു വരുത്തുക. ഞാൻ വീണ്ടും പറയാ, വീഴാത്ത ശക്തരായ വിശുദ്ധരായ മാലാഖമാര്, വിശുദ്ധ മിഖായിൽ, വിശുദ്ധ ഗബ്രിയേൽ, വിശുദ്ധ റഫായേൽ, ഒത്തിരി മാലാഖമാര്, വിശുദ്ധര്, വിശുദ്ധ രക്തസാക്ഷികള്, പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തില്, യോസേപ്പ് പിതാവിന്റെ നേതൃത്വത്തില് ഈ സ്വർഗത്തെ മുഴുവൻ വിളിച്ച് നമ്മുടെ കൂടെ നിർത്തണം. യുദ്ധം ചെയ്യുമ്പോ ഇത് യുദ്ധമാണ്. അച്ഛൻ എപ്പോഴും പറയാറുണ്ടല്ലോ മക്കളെ, ഒരു ആത്മീയ യുദ്ധം, a spiritual war is going on. It is പക്കാ സ്പിരിച്വൽ. ഇതാണ് ആയുധം കൊണ്ട് തോൽപ്പിക്കാൻ പറ്റില്ല, സമ്പത്ത് കൊണ്ട് തോൽപ്പിക്കാൻ പറ്റില്ല, സ്കൂൾ കൊണ്ട് തോൽപ്പിക്കാൻ പറ്റില്ല, അധികാരം കൊണ്ട് തോൽപ്പിക്കാൻ പറ്റില്ല. ഇതിന് ആത്മീയമായി തന്നെ നേരിട്ടേ പറ്റൂ. സ്പിരിച്വൽ വാർ. അതൊരു പ്രൈം മിനിസ്റ്ററിനോ ഒരു അധികാരിക്കോ ഒരു ബിഷപ്പിനോ ഒരു മാർപ്പാപ്പയ്ക്കോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊരു ആത്മീയ പോരാട്ടമാ. അതിന് ചെയ്യാൻ പറ്റുന്നവരാരാ? പരിശുദ്ധ അമ്മ, യോസേപ്പ് പിതാവ്, മാലാഖമാര്, വിശുദ്ധര്. സ്വർഗത്തിന്റെ സഹായം, സ്വർഗത്തിന്റെ ശക്തി, അതിസ്വാഭാവികമായ കൃപ. അതിനെന്ത് വേണം? പ്രാർത്ഥിക്കണം, വിശുദ്ധി ജീവിക്കണം, ജീവിതത്തെ ക്രമപ്പെടുത്തണം, ജപമാല ചൊല്ലണം, ദിവ്യകാരുണ്യ പ്രദക്ഷിണങ്ങൾ നടത്തണം, ജപമാല പ്രദക്ഷിണങ്ങൾ നടത്തണം, വിശുദ്ധ ബലിയർപ്പിച്ച് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കുടുംബത്തിൽ പ്രാർത്ഥനകൾ ഉയരണം, മക്കൾ ദൈവത്തിലേക്ക് അടുക്കണം, ജീവിതത്തെ ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ക്രമപ്പെടുത്തണം. ഇത്രയും കാര്യങ്ങൾ അതിശക്തമായി ചെയ്യണം മക്കളെ. അല്ലെങ്കിൽ ഈ ശത്രുവിനെ വിളിച്ചിറക്കിക്കൊണ്ട് അവനെ കൊണ്ട് പ്രവർത്തികൾ ചെയ്യുന്ന ഒത്തിരി വർഗങ്ങള്, തീവ്രവാദ ഗ്രൂപ്പുകള്, ജിന്നിന്റെ ശക്തികള്,
ഒത്തിരി വശീകരണ യന്ത്രങ്ങള്, ആഭിചാര മന്ത്രവാദ കൂടോത്ര പ്രവൃത്തികള്, സർപ്പപൂജകള്, ഒത്തിരിയേറെ കുഴിമാട സേവകള്, പിശാചിനെ വിളിച്ചു വരുത്തി, ആത്മാക്കൾ വിളിച്ചു വരുത്തി, വെളിച്ചപ്പാടുകള്, ഒത്തിരി തിന്മകൾ ചെയ്യുമ്പോ നമ്മൾ ഈ പരിശുദ്ധമായ പ്രവൃത്തി ചെയ്യേണ്ടവർ ഉറക്കം തൂങ്ങി, കച്ചവടം നടത്തി, ബിസിനസ് നടത്തി, പ്രസ്ഥാനങ്ങൾ നടത്തി, ഇത് ചെയ്യേണ്ടവരൊക്കെ ഇന്ന് ഉറക്കത്തിലാണ്. വളരെ ചുരുക്കം പേരൊഴിച്ച് വിളിക്കപ്പെട്ട വളരെയേറെ വ്യക്തികള്, നമ്മളൊക്കെ ക്രിസ്ത്യാനികളൊക്കെ വിളിക്കപ്പെട്ടവരാ. അവരൊക്കെ എന്താ പറയാ, മിക്കവാറും കുടുംബങ്ങൾ മദ്യപാനം, പിന്നെ ലോകാരൂപി, കൂദാശയില്ല, പള്ളി പോകത്തില്ല, കുടുംബ പ്രാർത്ഥനയില്ല. അങ്ങനെ പോയാൽ എങ്ങനെ ഈ ശത്രുവിനെ തോൽപ്പിക്കും? നിങ്ങൾ പറ, എങ്ങനെ തോൽപ്പിക്കും? ശത്രു നിസാരനല്ല, പക്ഷേ ആയുധങ്ങൾ നിസാരവുമല്ല. ആയുധങ്ങൾ എടുക്കണം. ജീവിതമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഇന്ന് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാവരെയും ഒച്ചപ്പാടും ബഹളവും വഴക്കും ശത്രുവിനെ തിരിച്ചറിയാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യം. ശത്രു മാംസം പ്ലസ് രക്തം സമ മനുഷ്യനല്ല. ശത്രു പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും അന്ധകാര യുഗത്തിനെതിരെയുമുള്ള പോരാട്ടത്തിലാണ്. അവന്റെ ആയുധങ്ങൾ, അവന്റെ ആധിപത്യങ്ങൾ, അവന്റെ അധിനിവേശം, അവന്റെ അധികാരം, അവന്റെ അവകാശം, അത് തകർക്കാൻ സാധിക്കണമെങ്കിൽ നല്ല ആയുധങ്ങൾ എടുക്കണം. അതുകൊണ്ട് ആത്മീയ പോരാട്ടത്തെ കുറിച്ചൊക്കെ എഫെസോസ് ലേഖനത്തില് 6-ാം അധ്യായത്തിൽ പൗലോസ് പറയുമ്പോ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ ആയുധങ്ങളെടുത്ത് ശക്തമായ പോരാട്ടത്തിലേക്ക് ഇറങ്ങേണ്ട ഒരു കാലഘട്ടമാണ്. അല്ലാതെ നമ്മളെ ഇനി അടങ്ങി ഒതുങ്ങി പേടിച്ചു വരച്ചിരുന്നാലൊന്നും കാര്യം നടക്കത്തില്ല. നമ്മൾ ഇറങ്ങണം. നമ്മുടെ ശക്തിയുണ്ട്, നമ്മുടെ കർത്താവുണ്ട്. കട്ടക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു പറഞ്ഞതാരാ? സർവാധിപനും സർവശക്തനുമായ കർത്താവ്. ആ കർത്താവിന്റെ വാഗ്ദാനത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് കർത്താവേ ഇടപെടണമേ, കർത്താവേ എഴുന്നേൽക്കണമേ, കർത്താവേ യുദ്ധം ചെയ്യണമേ, ദാവീദിനെ പോലെ വിളിച്ച് പ്രാർത്ഥിച്ച് കർത്താവിനെ കൊണ്ട് ഇടപെടുത്തിക്കുക. അതിനെന്ത് വേണം? ഇടയനെ പോലെയുള്ള ബന്ധം വേണം ഈ കർത്താവുമായിട്ട്. അതെങ്ങനെ ഉണ്ടാവുന്ന? നിരന്തരമായ പ്രാർത്ഥനയിലൂടെ, വിശുദ്ധ ജീവിതത്തിലൂടെ, കൂദാശ പരിക്രമത്തിലൂടെ, ദിവ്യകാല സന്നിധിയിലൊക്കെ ഇരിക്കണം. ഞാൻ ഓർക്കുന്നുണ്ട്, ഇവിടെ നിത്യാരാധനയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ 2-ാം ശനി കൺവെൻഷൻ ഉണ്ട്. ഇവിടെ നിത്യാരാധനയ്ക്ക് വരുന്നവരൊക്കെ പല ദൂര സ്ഥലത്തു നിന്നൊക്കെ വരുന്നത്. നമ്മുടെ ജനത്തിന് കുർബാന എന്തെന്നറിയില്ല. നമ്മുടെ ജനത്തിന് ദിവ്യകാരുടെ സാന്നിധ്യം എന്തെന്ന് അറിയത്തില്ല. നമ്മുടെ ജനത്തിന് മാതാവ് ആരെന്ന് അറിയത്തില്ല. നമ്മുടെ ജനത്തിന് ജപമാലയുടെ ശക്തി എന്തെന്ന് അറിയത്തില്ല. നമ്മുടെ ജനത്തിന് എന്തറിയാം? കുറെ തിന്നുക, കുറെ കുടിക്കുക, കുറെ മദ്യപിക്കുക, കുറെ ആഘോഷിക്കുക, കുറെ കൂദാശ എന്ന് പറഞ്ഞുകൊണ്ട് തിന്നു കുടിച്ച് ആഘോഷിക്കുക, കല്യാണം ആഘോഷം, മാമോയിസ ആഘോഷം, ആദ്യ കുർബാന ആഘോഷം. ഇപ്പൊ മരണത്തിന്റെ അനന്തര ആഘോഷങ്ങൾ പോലും തിന്നും കുടിച്ചും ആസ്വദിച്ചും കഴിയുന്ന പൈശാചിക ബന്ധനം. അച്ഛന്മാരും സിസ്റ്റേഴ്സ് ആണെങ്കിലും വേറെ പല കാര്യങ്ങൾ, ആ ബിസിനസ്, ഈ ബിസിനസ്, ലോകാരൂപി, ദ്രവ്യാഗ്രഹം, പിന്നെ അധികാര കസേര, അതിന്റെ പേര് വഴക്ക്. എന്തുട്ട മക്കളെ യുദ്ധത്തിൽ നമ്മളൊക്കെ തോറ്റു കിടക്കല്ലേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരിക, സങ്കടത്തോടെ പറയാ, ഈ ഒരു സത്യ, ഈ ശത്രുവിന്റെ ഈ അവസ്ഥകളൊക്കെ തിരിച്ചറിഞ്ഞ് അതിനെതിരെയുള്ള ആയുധങ്ങൾ എടുക്കാതെ ഇനിയും മുന്നോട്ട് പോയാൽ, പറഞ്ഞില്ലേ ആ പാതയിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ അനേക യുദ്ധങ്ങളിൽ അവർ ദയനീയമായി പരാജയപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഇന്ന് പള്ളികളൊക്കെ വിറ്റഴിക്കുന്നു, പള്ളികളിൽ ആളില്ല, പലതിലും പരാജയപ്പെട്ട് മറ്റൊരു വർഗം ഇടിച്ചു കയറി ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരാജയപ്പെട്ട് കിടക്കുന്ന ഗതികേട്. നമ്മളൊക്കെ എല്ലാത്തിനും തോറ്റു കിടക്കല്ല മക്കൾ. മിക്കവാറും ബിസിനസ്സില്, കുടുംബജീവിതത്തില് മക്കൾ എന്തുമാത്രം മക്കളെ സഭ വിട്ട്, കൂദാശ വിട്ട്, അന്യ മതസ്ഥരൊക്കെ പിന്നാലെ പോയി രജിസ്റ്റർ മാരേജ് ഓരോ ദിവസവും കേൾക്കാം. ഒത്തിരിയേറെ മക്കള് ഇങ്ങനെയൊക്കെ പോയത്. തോറ്റു പോകാല്ലേ? കർത്താവിനെ വിട്ട് ഈ മക്കൾ ഗതി പിടിക്ക് പോയാ നശിക്കത്തുള്ളൂ. അമ്പരാനെ വിട്ട് വചനം വിട്ട് പോയാൽ ഈശോ പറഞ്ഞില്ലേ, എന്നോട് ചേർന്ന് നിൽക്കാത്ത ശാഖകൾ മുറിച്ച ശാഖ പോലെ പുറത്തേക്ക് വലിച്ച് എറിയപ്പെടും. അത് ഉണങ്ങിപ്പോകത്തുള്ളൂ. പോലെ തോൽപ്പിക്കപ്പെടാല്ലേ. വിശ്രവാസത്തിൽ പോകുന്ന മക്കള്, ഡ്രഗിന് അടിമപ്പെട്ടു പോകുന്ന മക്കള്, കൂട്ടുകൂടി പോകുന്ന മക്കള്, പ്രേമക്കുരുക്കിൽ ചെന്ന് പെടുന്ന മക്കള്, വശീകരിക്കപ്പെട്ടു പോകുന്ന മക്കള്, ഇതൊക്കെ ആ മക്കൾ മാത്രമല്ല, ആ കുടുംബം തന്നെ, ആ പാരമ്പര്യം തന്നെ, ആ തലമുറ തന്നെ തോറ്റുപോവാ. അതിദയനീയമായി തോൽക്കുന്ന അവസ്ഥകൾ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, അച്ഛൻ പറഞ്ഞ പോലെ നമുക്ക് ഈ ആയുധങ്ങളൊക്കെ എടുക്കാം. നമ്മുടെ ദിവ്യകാരുണ്യ യാത്രയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പ്രാർത്ഥിക്കണം. ജപമാല പ്രദർശനങ്ങൾക്ക് വേണ്ടിയുള്ള വാഹനമൊക്കെ
റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഒത്തിരി തടസ്സങ്ങളുണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ശക്തി, കർത്താവിന്റെ സാന്നിധ്യം, കർത്താവിന്റെ കൃപ, സ്വർഗത്തിന്റെ സഹായം, അതിനുവേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, അച്ഛന് നിങ്ങളോട് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ചിലരെങ്കിലും കമന്റിൽ പറയാറുണ്ട്, അച്ഛൻ ഈ ശത്രുവിനെ പ്രൊമോട്ട് ചെയ്യാണോ അവനെ ഉയർത്താണോ എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞാൻ അവനെ ഉയർത്തണമൊന്നുമില്ല. അവന് ഇത്രയൊക്കെ ശക്തിയുള്ളൂ. ഈ കർത്താവിന്റെ നാമത്തിൽ, നിന്റെ നാമത്തിൽ, ലൂക്കാ 10:17, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. കർത്താവിന്റെ നാമത്തിന്റെ മുമ്പിലും കുരിശിന് മുമ്പിലും ഈ ജപമാലയുടെ മുമ്പിലൊക്കെ വെറും കീടത്തെ പോലെ പരാജയപ്പെടുന്നവനാണ് ഈ ശത്രു. അവന് ശക്തി ഉണ്ടാക്കി കൊടുക്കാതിരുന്നാൽ മതി. പ്രിയപ്പെട്ടവരെ, അവൻ പ്രവർത്തിക്കുന്നുണ്ടെന്നത് അറിയണം. അവന് നമ്മളെക്കാൾ കൂടുതൽ ശക്തി ഉണ്ടെന്നുള്ള കാര്യം അറിയാം. അവന് പലതും ചെയ്യാൻ പറ്റും. പക്ഷേ അവൻ കർത്താവിന്റെ കുരിശിൻ ചുവട്ടിൽ തോൽപ്പിക്കപ്പെട്ടവന്. ഹീസ് എ ഡിഫീറ്റഡ് എനിമി. അവൻ പരാജയപ്പെട്ട ശത്രുവാണ്. അവനെ നീ ഉയർത്തരുത്, അവനെ പൊക്കരുത്, അവന്റെ ആധിപത്യങ്ങളെ തകർക്കണം. അതാണ് നമ്മുടെ വിഷയം. നമ്മുടെ കർത്താവിന്റെ ശക്തി അത് വിളിച്ചിറക്കാത്തത് കൊണ്ടാണ്. അതാണ് ദാവീദ് 77:10 സങ്കീർത്തനത്തിൽ പറഞ്ഞ, അത്യുന്നതന്റെ ശക്തി പ്രകടമാകാതെ പോയതാണ് എന്റെ ദുഃഖത്തിന്റെ കാരണം. ഈ ശക്തി പ്രകടമാക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ വിഷയം അതാണ്. അതുകൊണ്ട് ഇതൊക്കെ ഉണ്ട്. ഇതില്ലാന്ന് പറഞ്ഞ് കണ്ണടച്ച് നടക്കുന്ന പൊട്ടന്മാരെ, നിങ്ങൾ ശുദ്ധമണ്ടന്മാരെ, ഇതൊക്കെ ഉണ്ടെന്നേ. ഈ അച്ഛൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, അമേരിക്ക സംഭവിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ പറയണമെന്ന് എനിക്ക് ഭയങ്കര ഒരു മെസ്സേജ് വന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, ഇത് ഇവിടെ ഇഷ്ടംപോലെ നടക്കുന്നത്, നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. ഇവിടെ നടന്ന കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞു, നടക്കുന്ന കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് നമ്മൾ നടക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോഴും ജപമാലയ്ക്ക് ചെല്ലി ആയുധങ്ങളൊക്കെ എടുത്ത് ഈ പോരാട്ടം അതിശക്തമാക്കട്ടെ. അതിനുവേണ്ട വലിയൊരു അഭിഷേകം, കൃപ ഞങ്ങൾക്ക് തരണമെന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈ തിരിച്ചറിവ് നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ അച്ഛന്മാരും സിസ്റ്റേഴ്സും പ്രത്യേകിച്ചും അവർക്ക് ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണോട്ടോ. പലയിടത്തിനും ഇതിനൊന്നും വിശ്വാസമില്ല. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. വിശുദ്ധിയോടെ പുരോഹിതർ ബലിയർപ്പിക്കട്ടെ. സന്യാസിമാരും വിളിക്കപ്പെട്ട സന്യാസിനിമാരും മറ്റു പല കാര്യങ്ങളും വിട്ട് പ്രാർത്ഥിക്കട്ടെ. കഴിഞ്ഞ ദിവസം ഒരു സിസ്റ്റർ പറയാ, എന്റെ അച്ഛ, എനിക്ക് പ്രാർത്ഥിക്കുന്ന ആഗ്രഹമുണ്ട്, പക്ഷെ സഭയിൽ നിന്ന് അനുമതിയില്ല. എന്ന് കണക്ക് നോക്കണ പരിപാടിയാ. പിന്നെ ആരെ നോക്കണേ? സിസ്റ്റർ പറയാം, കണക്ക് നോക്കാൻ വേറെ ആരും വെച്ചാൽ നടക്കില്ല അച്ഛാ. നമ്മൾ വിളിക്കപ്പെടുന്നത് പ്രാർത്ഥിക്കാനല്ലേ. ആരോടാ പറയാ? പ്രിയപ്പെട്ട, ഇതാണ് അവസ്ഥ. അതുകൊണ്ട് നമ്മൾ വിളിക്കപ്പെട്ട ദൗത്യം പൂർത്തീകരിക്കാനുള്ള അഭിഷേകവും ദൈവിക ജ്ഞാനവും അവർക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. വിളിക്കപ്പെട്ടത് വേറെ പരിപാടിക്കല്ല. ഈ ശക്തി വിളിച്ചിറക്കാൻ, വിശുദ്ധമായ ഉദാശകൾ പരിക്രമം ചെയ്യാൻ, വിശുദ്ധമായ ജീവിതത്തിലൂടെ ദൈവസ്ഥാനത്തിൽ ഇരുന്ന് ജനത്തിന് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാൻ. ഇന്ന് പ്രാർത്ഥന കുറഞ്ഞു. ഇന്ന് ദിവ്യാനുസ്ഥാനത്തിൽ ഇരിക്കാൻ വിളിക്കപ്പെട്ടവരില്ല. താല്പര്യമില്ലെന്ന്, മനസ്സില്ല. വിളിക്കപ്പെട്ടവർക്ക് പോലും താല്പര്യമില്ലാത്ത കാലഘട്ടമായി. സങ്കടമുണ്ട് പറയുമ്പോ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പ്രാർത്ഥിക്കും. എല്ലാവരും കണ്ണൊക്കെ ഒന്ന് തുറക്കട്ടെ. ശത്രുവിനെ അറിയട്ടെ. അവന്റെ പ്രവൃത്തികളൊന്ന് കണ്ണത്തോട് നോക്കിയാൽ മതി. അവന്റെ പ്രവൃത്തികൾ കാണാൻ. ഇവിടെ നമ്മുടെ ആയുധങ്ങൾ എടുക്കാൻ മറക്കരുത്. വീണ്ടും വിഷയം മറക്കരുത്. ശത്രുവിനെതിരെ ആയുധമെടുക്കാൻ മറക്കരുത്. ഈ അഭിഷേകം ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങ് ഞങ്ങളോട് പറഞ്ഞ ഈ വചനത്തെ, ശുശ്രൂഷയെ, ഈ സന്ദേശത്തോട് നന്ദി പറയുന്നു. വലിയൊരു മുന്നറിയിപ്പാണ് കർത്താവെ, ഓർമ്മപ്പെടുത്തലാണ് കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്നത്. ഇതറിഞ്ഞ് സ്വന്തമാക്കി ഈ പോരാട്ടം അതികരുത്തോടെ, അതിശക്തിയോടെ ചെയ്യാൻ ഞങ്ങൾക്കിടയാകട്ടെ. അതിനായി പരിശുദ്ധ പിതാവിനെയും കർദിനാൾമാരെയും മെത്രാന്മാരെയും പുരോഹിതന്മാരെയും അതിനുവേണ്ടി മാത്രം വിളിക്കപ്പെട്ട എല്ലാ സന്യാസിമാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാമോദീസയിലൂടെ വേർതിരിക്കപ്പെട്ട എല്ലാ മക്കൾക്കും ഈ അവകാശവും അധികാരവും കടമയുമുണ്ട്. എല്ലാ ക്രിസ്ത്യാനി മക്കളെ സമർപ്പിക്കുന്നു, കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, മാതാപിതാക്കളെ സമർപ്പിക്കുന്നു, വാർദ്ധക്യത്തിലുള്ള മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, യുവമക്കളെ സമർപ്പിക്കുന്നു, കുഞ്ഞുമക്കളെ സമർപ്പിക്കുന്നു. കർത്താവ്, ഈ ആത്മീയ പോരാട്ടത്തിൽ വിജയം കൈവരിക്കുവാൻ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞതൊക്കെ അനുസരിച്ച് ഞങ്ങൾ ചെയ്യാനും ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ഞങ്ങൾക്കെല്ലാം ഇടയാകട്ടെ. അതിനായി നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശാൽ മുദ്രിതമാക്കപ്പെട്ട സംരക്ഷണവും വിശുദ്ധ അമ്മയുടെ യോസേപ്പിതാവിന്റെയും എല്ലാ മാലാഖമാരുടെ വിശുദ്ധരുടെയും പാളയം അടിച്ചുള്ള സാന്നിധ്യ സഹായ സംരക്ഷണവും നൽകി ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്നെയും അനുഗ്രഹിക്കട്ടെ. കാർമൽ ധ്യാന കേന്ദ്രത്തെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ശുശ്രൂഷകരെ അനുഗ്രഹിക്കട്ടെ. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ.